എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പറയുന്നത് +2 കെമിസ്ട്രിയുടെ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റൽ ലാറ്റിസും അതിൻ്റെ പ്രോപ്പർട്ടീസും അവിടെ നിന്നിട്ടും നമ്മൾ FCC ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, ബോഡി സെൻറ്റേർഡ് ക്യൂബ്, എൻഡ് സെൻറ്റേർഡ് ക്യൂബ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും അവിടുത്തെ കോൺട്രിബ്യൂഷനും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ക്ലോസ് പാക്കിംഗ് എന്ന കാര്യമാണ്. ക്ലോസ് പാക്കിങ്ങിൽ അതിലേക്ക് കടക്കാം. ക്ലോസ് പാക്കിംഗ് കുറേയധികം ടൈപ്പിൽ 1 ഡയമെൻഷനിലും 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലുള്ള ക്ലോസ് പാക്കിംഗ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. ദി പാക്കിംഗ് ഓഫ് identical spheres. The packing of identical spheres in such a way that to occupy maximum available space. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ക്ലോസ് പാക്കിംഗ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്ത്, അല്ലെങ്കിൽ ഒരു ലാറ്റിസിനകത്ത് ലാറ്റിസ് പോയിന്റ് ഉണ്ടെന്നറിയാമല്ലോ. ഒരു ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് നമ്മൾ നോക്കിയാൽ അവിടെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കും. ഇത്തരത്തിൽ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുക, നന്നായിട്ട് അടുത്ത് പാക്ക് ചെയ്തിരുന്നാൽ മാത്രമേ നല്ലൊരു പാക്കിംഗ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ടേമാണ് ക്ലോസ് പാക്കിംഗ് എന്നതുകൊണ്ടിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ക്ലോസ് പാക്കിംഗ് എന്നൊരു കാര്യം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, പാർട്ടിക്കിൾസ് നമ്മൾ കൺസിഡേർഡ് ആസ് സ്പിയേഴ്സ് എന്ന കാര്യമാണ്. നമ്മൾ പാർട്ടിക്കിൾസിനെ സ്പിയേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ക്ലോസ് പാക്കിംഗ് പറയാം. ദി പാക്കിംഗ് ഓഫ് ഐഡൻറ്റിക്കൽ സ്പിയേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ടു ഒക്കുപ്പൈ മാക്സിമം അവൈലബിൾ സ്പേസ്. അതായത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ മാക്സിമം അവൈലബിൾ സ്പേസസിൽ പാക്കിംഗ് ഓഫ് ഐഡൻറ്റിക്കൽ സ്പിയേഴ്സ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്ലോസ് പാക്കിംഗ് എന്ന കാര്യം. ക്ലോസ് പാക്കിംഗ് പ്രധാനമായിട്ടും 3 ടൈപ്പാണുള്ളത്. ഇറ്റ് ഈസ് ഓഫ് 3 ടൈപ്പ്. അപ്പോൾ ഒന്നാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ 1 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ്. ഡയമെൻഷനൽ എന്നൊക്കെ ചോദിച്ചാൽ അറിയാമല്ലോ, 1D ക്ലോസ് പാക്കിംഗ്. അടുത്ത രണ്ടാമത്തേത് 2D ക്ലോസ് പാക്കിംഗ് ആണ്. അടുത്ത തേർഡ് 3 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഇനി നമുക്ക് 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിങ്ങിൽ ഒരു ടൈപ്പിൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ 2 ഡയമെൻഷൻ 2 ക്ലോസ് പാക്കിംഗ് ഉണ്ട്. 2 ഡയമെൻഷൻ സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, 2 ഡയമെൻഷൻ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് പ്രധാനമായിട്ട് 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് സിമ്പിൾ ക്യൂബിക്ക് 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. രണ്ടാമത്തത് 3 ഡയമെൻഷനൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. അടുത്തത് 3 ഡയമെൻഷണൽ ക്യൂബിക്ക് ക്ലോസ് പാക്കിംഗ് ഉണ്ട്. അപ്പം ടോട്ടൽ 1 2 3 4 5 6, അപ്പം മൊത്തത്തിൽ 6 ആൾക്കാരെയും അവിടെയുള്ള മാറ്റങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കപ്പോൾ ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് എന്താണ്, അവിടെ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്, അവിടെ അടുത്തടുത്തുള്ള 2 പാർട്ടിക്കിൾസ്, അടുത്തടുത്തുള്ള ഒരു പാർട്ടിക്കിൾ, അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടിക്കിളിനെ വിത്ത് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾ ബാക്കി എത്ര പാർട്ടിക്കിളുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുന്നു എന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തത് 1 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, 1 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ നമുക്ക് 1 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, സ്പിയേഴ്സ് അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ് ടു ഫോം 1 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ്. സ്പിയേഴ്സ് അറേഞ്ച്ഡ് സൈഡ് ബൈ സൈഡ് ടു ഫോം 1 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ്. അതായത് നമുക്കൊരു പടം ചിത്രീകരിക്കാം. ഇങ്ങനെയാണ് സ്പിയേഴ്സ് ഇവിടെ ഒക്കർ ചെയ്യുക. നമ്മളൊരു ഒരു സ്പിയറിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്പിയർ നെയ്ബറായിട്ടുള്ള 2 സ്പിയറുമായിട്ട് അഡ്ജസെൻ്റ് കോൺടാക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അഡ്ജസെൻ്റ് ആയിട്ട് ഇങ്ങനെ കോൺടാക്റ്റിൽ വരുന്നതിന് പറയുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. എന്താ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എത്ര, ഒരു സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അത് അടുത്തുള്ള 2 സ്പിയേഴ്സുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നുണ്ട്. കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 2. C എന്ന് ഇനി നമ്മൾ എഴുതുള്ള കോർഡിനേഷൻ നമ്പറിന്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മനസ്സിലായോ? അത് നമുക്ക് പഠിക്കാനുള്ളത് 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ആണ്. 2 ഡയമെൻഷനൽ ക്ലോസ് പാക്കിംഗ്. 1 അങ്ങ് 2 ആക്കാം. അപ്പോൾ നമ്മൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് 2 ഡയമെൻഷണൽ
സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വരയ്ക്കാം. ഇത് 2 ഡയമെൻഷനാണ്. ഇങ്ങനെയാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയർ, ഇത് തേർഡ് ലെയർ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സ്പിയേഴ്സ് ഓഫ് ദി സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബവ് ദി ഫസ്റ്റ് ലെയർ എന്ന് നമുക്ക് പറയാം. സ്പിയേഴ്സ് ഓഫ് സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് above the first layer and spheres of third layer is placed just above the second layer to form 2-dimensional square close packing. ഇനി നമുക്ക് അടുത്ത കോർഡിനേഷൻ നമ്പറാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്തു. ഈ ഒരു പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾസ് കമ്മിൻ കോണ്ടാക്റ്റിലുമായിട്ട് ഇരിക്കുന്ന ഇത്രയും പേരുണ്ട്. എത്ര ആളുണ്ട്? 1 2 3 4. സോ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 4. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തതായിട്ട് പഠിക്കേണ്ടത് 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. Two-dimensional hexagonal close packing. അതിൻ്റെ പടം നമുക്ക് ആദ്യം വരയ്ക്കാം. 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 വരച്ചു. പക്ഷേ മുൻപ് വരച്ച കൂട്ടല്ല, ആ 2 ഡിപ്രഷനിലാണ് നമ്മൾ അടുത്തത് 2 വരച്ചത്. മനസ്സിലായോ? അടുത്തതിൻ്റെ ഡിപ്രഷനിൽ നമ്മൾ വരച്ചു. ഇത് നമുക്ക് ഫസ്റ്റ് ലെയർ, ഇത് നമുക്ക് സെക്കൻഡ് ലെയർ, ഇത് നമുക്ക് തേർഡ് ലെയർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്താൽ സ്പിയേഴ്സ് ഓഫ് സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് ഓൺ ദി ഡിപ്രഷൻസ് ഓഫ് ദി സ്പിയേഴ്സ് ഓഫ് ഫസ്റ്റ് ലെയർ. എന്താണ്? സ്പിയേഴ്സ് ഓഫ് സെക്കൻഡ് ലെയർ ഈസ് പ്ലേസ്ഡ് ജസ്റ്റ് എബവ് ദി depressions of the first layer to form hexagonal close packing. Spheres of second layer is placed at the depression of first layer and spheres of third layer is placed at the depression of the second layer and so on to form 2-dimensional hexagonal close packing. അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് കോർഡിനേഷൻ നമ്പർ 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ എത്രയാണെന്നാണ്. നമ്മൾ ഒരു പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ അതുമായിട്ട് കമ്മിൻ കോണ്ടാക്ട് ചെയ്ത് വരുന്ന ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 4 5 6 അല്ലേ? അപ്പോൾ കോർഡിനേഷൻ നമ്പർ എത്ര? 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ 1 2 3 4 5 6. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 6. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് 3 ഡയമെൻഷൻ കൂടെ പഠിക്കാനുള്ളൂ. 3-dimensional ക്ലോസ് പാക്കിങ് അത് 3 ടൈപ്പ് ഉണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സിമ്പിൾ ക്യൂബിക് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി 2 കൂടെ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 3-dimensional ക്ലോസ് പാക്കിംഗ് ആണ്. 3-dimensional ക്ലോസ് പാക്കിംഗ്. ത്രീ ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ടൈപ്പ്. സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ് ടൈപ്പ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയുന്നത്, പ്ലേസിങ് 2-dimensional സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. പ്ലേസിങ് 2-dimensional സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, one above the other to form സിമ്പിൾ ക്യൂബിക് 3-dimensional അല്ലെ 3-dimensional സിമ്പിൾ ക്യൂബിക് പ്രിമിറ്റീവ് ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. അപ്പം ഇതിന് നമ്മൾ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്, എ ടൈപ്പ്.
ടൈപ്പ് ലാറ്റിസ് ആണ്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് പ്രിമിറ്റീവ് ടൈപ്പ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ ലെയേഴ്സ് അടുക്കി വെച്ചിട്ടാണ് 3 ഡയമെൻഷണൽ സിമ്പിൾ ക്യൂബിക് പ്രിമിറ്റീവ് ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ആ ഒരു പടം നമുക്ക് കാണിക്കാം. ഇതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്, അതുകൊണ്ട് ഇവിടെ വരച്ച് കാണിക്കാൻ പറ്റില്ല. ഏകദേശം ഇതുപോലെയാണ് 3 ഡയമെൻഷണൽ സിമ്പിൾ ക്യൂബിക് പ്രിമിറ്റീവ് ടൈപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലൊരു പാർട്ടിക്കിൾസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ കോർഡിനേഷൻ നമ്പർ =6 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലാരിഫൈ ആയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ഫിഗർ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അല്ലാതെ 3 ഡയമെൻഷൻ വരയ്ക്കാൻ കുറച്ച് പ്രയാസമല്ലേ. അടുത്ത് നമുക്ക് രണ്ടാമത്തെ നോക്കാം. 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ 2 ഡയമെൻഷണൽ നമ്മൾ മുമ്പ് പഠിച്ച 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ സ്ട്രക്ചേഴ്സ് അടുക്കി വെച്ചിട്ടാണ് 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് അടുക്കി വെക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് അടുക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പ്ലേസിംഗ് സ്പിയേഴ്സ് ഓഫ് തേർഡ് ലെയർ എന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ചോണം. ടു കവർ ടെട്രാഹീഡ്രൽ വോയിഡ്, പുതിയൊരു ടേമാണ് പറഞ്ഞു തരാം. ഫോംഡ് ഇൻ ദി സെക്കൻഡ് ലെയർ. ഇച്ചിരി കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു കാര്യമാണിത്. ദാറ്റ് മീൻസ് every third layer is the duplicate of first layer. ഇത്രയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദി ഒബ്റ്റൈൻഡ് ബൈ പ്ലേസിംഗ് സ്പിയേഴ്സ് ഓഫ് third layer to cover tetrahedral void formed in the second layer. ഓക്കെ, അപ്പം തേർഡ് ലെയർ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ തേർഡ് ലെയർ നമ്മൾ എടുത്തിട്ട് അത് നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ ടെട്രാഹീഡ്രൽ വോയിഡിൽ ആണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നതിന് പറയുന്ന പേരാണ് 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ അതിൻ്റെ ഫിഗറും 3 ഡയമെൻഷനും നമ്മളിതാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെൻറ്റ് കൊണ്ടിട്ടാണ് 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അറേഞ്ച്മെൻറ്റ് പോസിബിളായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കോർഡിനേഷൻ നമ്പറും ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഈ പടം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് പറയുന്ന പേര് എ ബി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്നാണ്. എ ബി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്നാണ്. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഏകദേശം ഐഡിയ വന്നിട്ടുണ്ടാവും. നമുക്ക് അടുത്ത ലാസ്റ്റ് പഠിക്കാനുള്ളത് 3 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. നമുക്ക് അതുകൂടെ അങ്ങ് പഠിക്കാം. 3 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഇവിടെ ഞാൻ പറഞ്ഞു ടെട്രാഹീഡ്രൽ വോയിഡിലാണ് തേർഡ് ലെയർ പ്ലേസ് ചെയ്തത്. സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറിലെ ടെട്രാഹീഡ്രൽ വോയിഡിൽ തേർഡ് ലെയർ പ്ലേസ് ചെയ്തപ്പോഴാണ് നമുക്ക് 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് കിട്ടിയത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് 3 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. ഒബ്റ്റൈൻഡ് ബൈ, അവിടെ ടെട്രാഹീഡ്രൽ വോയിഡിന് പകരം ഇവിടെ ഒക്ടാഹീഡ്രൽ വോയിഡ് എന്ന് കൊടുത്താൽ മതി. ഇറ്റ് ഈസ് obtained by placing spheres of third layer to cover octahedral void formed in the second layer.
അപ്പോൾ അതിൻ്റെ ഒരു പടം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 3 ഡയമെൻഷനായിട്ട് നമുക്ക് വരയ്ക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ആ ഒരു പടം കണ്ടിട്ടായിരിക്കും. അപ്പോൾ 3 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, തേർഡ് ലെയർ ഓഫ് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്ന സാധനം സെക്കൻഡ് ലെയറിൻ്റെ ഒക്ടാഹീഡ്രൽ വോയിഡിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ക്ലോസ് പാക്കിങ്ങിന് പറയുന്ന പേരാണ് 3 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി 3 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, അതായത് നമുക്കിനി പാക്കിംഗ് കൂടെ പഠിക്കാനുണ്ട്. Thus, every fourth layer is the duplicate of ഫസ്റ്റ് ലെയർ എന്നാണ് നമ്മൾ പറയുന്നത്. ഫോർത്ത് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതായത് എ ബി സി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണെന്ന് നമുക്ക് പറയും. എ ബി സി ടൈപ്പ് ക്ലോസ് പാക്കിംഗ് ആണ് 3 ഡയമെൻഷണൽ ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ക്ലോസ് പാക്കിംഗ് എന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫിഗേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ മനസ്സിലായിട്ടില്ലേ? കോർഡിനേഷൻ നമ്പറൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്, ഞാനിപ്പം 3 ഡയമെൻഷൻ്റെ കേസ് പറഞ്ഞപ്പം ഒരു ടെട്രാഹീഡ്രൽ വോയിഡിനെ കുറിച്ചിട്ടും ഒരു ഒക്ടാഹീഡ്രൽ വോയിഡിനെ കുറിച്ചിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോണത്. ടെട്രാഹീഡ്രൽ വോയിഡ്, അവിടെ നമുക്ക് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്നോട് എഴുതാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, എ വോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ, ടെട്രാഹീഡ്രൽ വോയിഡിൻ്റെ ഡെഫിനിഷൻ പറയാം. എ വോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ 4 spheres lying along the 4 corners of a tetrahedron. അതായത് ഏകദേശം നമ്മളൊരു പടം വരയ്ക്കാനാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ മറ്റൊരു ലെയർ ഇരിക്കുന്നു, അങ്ങനെ ഇരിക്കും ഏകദേശം പടം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് ഒക്ടാഹീഡ്രൽ വോയിഡ് ആണ്. അത് ഇത് വെച്ച് തന്നെ പറയാം. എ വോയിഡ് ഈസ് സറൗണ്ടഡ് ബൈ 6 spheres lying along the 6 corners of a octahedron is called octahedral void. അപ്പോൾ ടെട്രാഹീഡ്രലിൻ്റെ ഡെഫിനിഷൻ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒക്ടാഹീഡ്രൽ വോയിഡ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയില്ലെങ്കിൽ ഒരു കാര്യം കൂടെ നോക്കുക. വാട്ട് യു മീൻ ബൈ ദി ടേം വോയിഡ്? വോയിഡ് എന്ന് വെച്ചാൽ എംപ്റ്റി സ്പേസ് എന്നാണ് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കണം. ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. വോയിഡ് എന്നാൽ എംപ്റ്റി സ്പേസ് ആണ്. അതായത് ഒരു പാർട്ടിക്കിൾസ് നമ്മൾ ക്ലോസ് പാക്ക്ഡ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് അതിനിടയിൽ എംപ്റ്റി സ്പേസ് ഉണ്ടായിരിക്കും. അത് ഒരു പ്രത്യേക ഫാഷനിൽ 4 സ്പിയേഴ്സ് ഒരു ടെട്രാഹീഡ്രൻ്റെ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എംപ്റ്റി സ്പേസിന് പറയുന്ന പേരാണ് ടെട്രാഹീഡ്രൽ വോയിഡ്. ഇനി അത് 6 സ്പിയേഴ്സ് ഒരു ഒക്ടാഹീഡ്രൻ എന്ന ഒരു ഷേപ്പിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എംപ്റ്റി സ്പേസിന് പറയുന്ന പേരാണ് ഒക്ടാഹീഡ്രൽ വോയിഡ്. മനസ്സിലായോ? നമ്മൾ ഈ ടെട്രാഹീഡ്രൽ വോയിഡും ഒക്ടാഹീഡ്രൽ വോയിഡും ഒക്കെ പ്രധാനമായിട്ടും ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ n നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിലൂടെ മീൻ ചെയ്യേണ്ടത് അവിടെ 2n നമ്പർ ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടെന്നാണ്. ഒക്ടാഹീഡ്രൽ വോയിഡ് എത്രയുണ്ടോ അതിൻ്റെ ഡബിൾ ടൈംസ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ് ആക്കുന്നത്.